നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണയുടെ അവസാന ഹോം മത്സരമാണ്. ഈ മാച്ചിൽ റോബർട്ട് ലെവൻഡോസ്കി ക്യാമ്പ് നൗവിൽ ആരാധകരോട് വിട പറയും. തീർച്ചയായിട്ടും ബയൺ മ്യൂണിക്കിൽ നിന്ന് ബാഴ്സയിലേക്ക് എത്തിയിട്ട് അവിടെ ഗോളടിച്ചുകൊണ്ട് തന്നെ തൻ്റെ സിഗ്നേച്ചർ ബാഴ്സയുടെ ചരിത്രത്തിൽ ചാർത്തിയ ഒരാളാണ് അദ്ദേഹം. ഇന്നത്തെ കളി റയൽ ബെറ്റീസിനെതിരെ രാത്രി ഇന്ത്യൻ സമയം 12:45 കളിയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്ന് കോച്ച് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കളി കൂടിയാണ് ബാക്കി ഉണ്ടാവുക. അത് വലൻസിയക്കെതിരെയാണ്. പക്ഷേ എവേ മത്സരമാണ്. അത് മെയ് 24 പുലർച്ചെ 12:30. അപ്പോൾ 2 കളികൾ കൂടി ബാഴ്സയുടെ ജേഴ്സിയിൽ കളിച്ചിട്ട് ലെവൻഡോസ്കി അങ്ങ് വിട വാങ്ങും. ലെവൻഡോസ്കിയുടെ മുന്നിൽ ഒരു വളരെ കിടിലൻ ലക്ഷ്യം കൂടി കിടപ്പുണ്ട്. ബാഴ്സ ഇന്നലെ അദ്ദേഹത്തിന് വിടവാങ്ങൽ അർപ്പിച്ചുകൊണ്ടിട്ട പോസ്റ്റ് പറഞ്ഞത് സ്റ്റാറായിട്ട് വന്നു, ലെജൻഡായിട്ട് മടങ്ങുന്നു എന്നാണ്. ആ ലെജൻഡ് എന്നുള്ളത് ബാഴ്സയുടെ ചരിത്രത്തിൽ എക്കാലത്തും രേഖപ്പെടുത്തപ്പെടാനുള്ള സുവർണാവസരം ഇതാ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. സംഗതി എന്താണെന്നല്ലേ, ബാഴ്സയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച ടോപ്പ് 10 പ്ലെയേഴ്സ് എടുത്താൽ 11ാം സ്ഥാനത്താണ് ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി ഉള്ളത്. 119 ഗോളുകൾ. 119 ഗോളുകൾ എന്ന് പറഞ്ഞാൽ നോക്കുക, അദ്ദേഹത്തിന് മുകളിലുള്ളത് 10ാം സ്ഥാനത്ത് ലെവൻഡോസ്കി 11ആണ്. 10ാം സ്ഥാനത്തുള്ളത് ജോസഫ് എസ്കോലയാണ്. അദ്ദേഹത്തിന് 120 ഗോളുകളാണുള്ളത്. അപ്പോൾ ഈ 2 കളികളിൽ നിന്ന് 1 ഗോളെങ്കിലും അടിച്ചാൽ അദ്ദേഹം ടോപ്പ് 10ലേക്ക് എത്തും. 2 ഗോൾ അടിച്ചാൽ ആ ടോപ്പ് 10 എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം പേരിലാകും. 3 ഗോൾ അടിച്ചാൽ അദ്ദേഹം ഈ ടോപ്പ് 9 എന്ന രൂപത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. സോ അദ്ദേഹത്തിന് മുന്നിൽ നല്ലൊരു അവസരമാണ് വരുന്നത്. ബാഴ്സയുടെ ചരിത്രത്തിൽ എക്കാലത്തും ഏറ്റവും അധികം ഗോൾ അടിച്ചിട്ടുള്ളത് ലയണൽ മെസ്സിയാണ്. അറിയാലോ. ടോപ്പ് 10 ആരൊക്കെയാണെന്ന് നോക്കാം. ലിയോ മെസ്സിയാണ്. 672 ഗോളുകളാണ് അദ്ദേഹം ബാഴ്സയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. രണ്ടാമതുള്ളത് സെസാർ റോഡ്രിഗസ് ആണ്. 225 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. മൂന്നാമത് ലൂയിസ് സുവാരസ് 195 ഗോളുകൾ. 4 ലാസ്ലോ ക്യുബാല 193 ഗോളുകൾ. പിന്നെ സാമുവൽ എറ്റോ 130 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ റിവാൾഡോ 130 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. 7ാം സ്ഥാനത്ത് മാരിനോ മാർട്ടിനാണ് 129 ഗോളുകളാണ്. 8ാം സ്ഥാനത്ത് പാട്രിക് ക്ലൈവർട്ടാണ് 122 ഗോളുകൾ. 9ാം സ്ഥാനത്ത് കാർലസ് റെക്സാച്ച് ആണ് 122 ഗോളുകൾ. 10ാം സ്ഥാനത്ത് ജോസഫ് എസ്കോല 120 ഗോളുകൾ. ലെവൻഡോസ്കി ഇപ്പോൾ 119 ഗോളുകളുമായിട്ട് 11ാമത്. അദ്ദേഹം ഇന്നോ അല്ലെങ്കിൽ അടുത്ത കളിയിലോ ടോപ്പ് 10 ഇടം പിടിക്കുമെന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.